17वीं सेंचुरी में ब्रिटिश चाइनीज यूरोप में बिजनेस करने के लिए आया, समय मच्छी पकड़ने के लिए बना के रखा है। ऐसे जब 15-20 मिनट जो पानी के नीचे डाला गया समेत इधर का जो मच्छी पूरे इसमें घुस जाएगा, उड़ाएगा तो मुल्क को पकड़ सकता है। ये तो चाइनीज ट्रेडिशन है, चाइनीज टेक्निक है। इतना तो चाइनीज फिश इंडिया में कोचिन में देख सकते हैं, दूसरी जगह में देख नहीं सकता है। ചീന വലകളാണ് കാണുന്നത്. ഇത് 17th സെഞ്ചുറിയിൽ ബ്രിട്ടീഷ് ചൈനീസ് യൂറോപ്യൻസ് എല്ലാം ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴും മീൻ പിടിക്കാൻ ഉപയോഗിച്ച ടെക്നിക്കാണ് ഈ കാണുന്നത്. അതുപോലെ ഒരു 15-20 മിനിറ്റ് ഇങ്ങനെ വെള്ളത്തിനടിയിലുമ്പോൾ ഇവിടെയുള്ള കടല് കായലും മത്സ്യങ്ങളെല്ലാം അതിൽ കൊടുക്കും. ഉയർത്തി കഴിയുമ്പോൾ നമുക്കതിനെ പിടിക്കാൻ കഴിയും. ഇത് ചൈനീസ് ടെക്നിക്കാണ്, ചൈനീസ് ട്രഡീഷനാണ്. ഇത്രയും ചീന വലകൾ ഇന്ത്യയിലെ കൊച്ചിയിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. अरेबियन सी है, राइट साइड में आप लोग देख सकते हैं। तो अरेबियन सी है, ये पेरियार और अरेबियन सी संगम होता है, इधर जॉइन होता है। इधर का डेप्थ होता है 100 फीट है। तो बहुत डेंजरस एरिया है। അറബിക്കടലാണ് ഈ കാണുന്ന റൈറ്റ് സൈഡില് അറേബ്യൻ സീയും പെരിയാർ നദി. वेलियेटम വരുമ്പോൾ ആ പാട് വരെ വെള്ളം നിൽക്കും. ये जो पूछा है तो क्या है पूछता है,
क्योंकि जब मिट्टी आता है तो पूरा बैक वाटर है, मिट्टी आके उधर जमा होता है, इसलिए अभी लो टाइड, अभी देखो पानी के निशान नहीं को जो पत्थर में उधर ऊपर तक पानी आ जाएगा, हाई टाइड हो जाएगा, फिर लो टाइड से तो दिखता है वो तो पूरा मिट्टी है। आप लोग देख सकते हैं, तो एक आइलैंड है, विलिंगटन आइलैंड कहता है, ये तो मैन मेड आइलैंड है जिसने बनाया है सर रॉबर्ट ब्रिस्टो, वो तो ब्रिटिश का आदमी में फर्स्ट है, इंडिया में नहीं एशिया में फर्स्ट होता है। और इधर भी सारे दिन शूटिंग, वेडिंग का पार्टी, मिनिस्टर्स मीटिंग सब चलता है इसके अंदर। ലുലു മാൾ അറിയൊന്നും ചോദിക്കണ്ടല്ലോ അല്ലേ, അതേ അറിയുള്ളൂ അല്ലേ। ലുലു ഗ്രൂപ്പിന്റെ ഒരു ഹോട്ടലാണ് ഈ കാണുന്നത്, ഗ്രാൻഡ് ഹയാത്ത് 5-സ്റ്റാർ ഹോട്ടൽ. ഇതിലൊരു കൺവെൻഷൻ സെന്റർ ഉണ്ട്, ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ. 10,000 പേർക്ക് ഒരേ ടൈമിൽ മീറ്റിംഗ് കൂടാൻ കഴിയുന്ന ഒരു ഹാൾ ഇതിനകത്ത്. അതാലോചിച്ച് നോക്കി, 10,000 പേര് കൂടുന്നുണ്ടല്ലോ. മേലല്ല, താഴിലാണ് അതിന്റെ ഹാള്, അങ്ങേറ്റം പോലെ അങ്ങേറ്റം വരെയാണ്. ഇത് ഏഷ്യയിലെ തന്നെ ആദ്യത്തെയാണ്, അതാ രസം. ഇന്ത്യയിലല്ല, ഏഷ്യയിൽ തന്നെ ആദ്യത്തെയാണ്. അത് കൂടാണ്ട് 4 ഹെലിപാഡ് ഉണ്ട്, ഒരെണ്ണം ബിൽഡിങ്ങിന്റെ മേളിലാണ്, ബാക്കി 3 ഗ്രൗണ്ടിലാണ്. ഇവിടെ മിക്കവാറും ദിവസങ്ങൾ ഷൂട്ടിങ്, വെഡിങ് പാർട്ടി, അതുപോലെ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ്സ് എല്ലാം നടക്കാനുള്ള സ്ഥലമുണ്ട്. നമ്മുടെ G20 ഉച്ചകോടിയില്ലേ, ഇപ്പൊ കഴിഞ്ഞ മാസം നടന്നത് കേട്ടില്ലേ, G20 ഉച്ചകോടി, അതേ വേൾഡ് പ്രസിഡന്റ്സ് മീറ്റിംഗ്സ്, അത് ഡൽഹിയിൽ വെച്ചാണ് നടത്തിയത്. ഇവിടെ തീരുമാനിച്ചത് നടത്താനായിട്ട്, കാരണം ഇത്രയും വലിയ ഹോള് ഏഷ്യയിൽ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ ട്രാഫിക് പ്രോബ്ലം, അതുപോലെ തന്നെ सिक्योरिटी, അതുകൊണ്ട് ക്യാൻസൽ ചെയ്തത്. और जो G20 ഉച്ചകോടി जो मीटिंग है ना, ഇന്റർനാഷണൽ പ്രസിഡന്റ്സ് മീറ്റിംഗ്, ഡിഗ്രി അടിക്കാൻ കേട്ടിട്ടുണ്ടാവും എമ്പനാടുന്നുള്ളത്. ഇവിടെ ഇല്ലല്ലോ, വേറെ എവിടെയോ ആണല്ലോ. മനസ്സിലായി എന്നാ ശരി, എന്നാ പിന്നെ കുഴപ്പമില്ല. राइट साइड में आपको देख सकते हैं, तो व्हाइट टावर है उधर, ये देखो वो तो व्हाइट टावर है इधर, ये तो इंटरनेशनल वल्लारवाड़म बेसिलिका है. वल्लारवाड़म माता चर्च है, 500 साल पुराना है, പോർച്ചുഗീസ് लोगों ने बनाया है. और 2 വൈറ്റ് ചർച്ച്, ആ കാണുന്ന 2 വൈറ്റ് ടവർ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്, 2 വൈറ്റ് ടവർ. ഇന്റർനാഷണൽ വല്ലാർപാടം ബെസിലിക്കയാണത്, വല്ലാർപാടം അമ്മയുടെ പള്ളിയാണത്. 500 വർഷം പഴക്കമുണ്ട് ആ പള്ളിക്ക്, അത് പോർച്ചുഗീസുകാര് പണിത പള്ളിയാണ്. അത് കാണുന്നത് ये जो दिखता है 50 मीटर लेंथ होता है और 11 मीटर विड्थ होता है, विदाउट पिलर का. इसका सेंटर में पिलर नहीं है. विदाउट पिलर का केरला का सबसे बड़ा नौका है. डबल डेक पूरा एसी है, नीचे का डीजे हॉल है, लाइव डीजे देता है कंपनी, हमारा कंपनी है नियो क्लासिक. उसको 150 आदमी को एक साथ में समुद्र ले जा सकता है. इसमें हमारे डांसर्स, सिंगर्स और टी स्नैक्स होता है, फूड भी होता है. इसमें 1500 से 3000 तक टिकट फेयर होता है. 3 घंटे का प्रोग्राम होता है. 30 किलोमीटर तक സമുദ്രം जा सकता है. ഈ കാണുന്നത് 50 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുള്ള വിത്തൗട്ട് പില്ലറിന്റെ, നടുക്ക് തൂണുകളില്ലാത്ത കേരളത്തിലെ ഏറ്റവും വലിയ ഉല്ലാസ നൗകയാണിത്. ഡബിൾ ഡെക്കാണ്, ഡബിൾ ഡെക്ക് ഫുൾ AC ആണ്. താഴെ കാണുന്ന DJ ഹാളാണ് ഇരിക്കുന്നത്. ഈ പെരിയാർ നദി ചെന്ന് ചേരുന്നത് അറേബ്യൻ സീയിലാണ്. ഇത് കംപ്ലീറ്റ് ബാക്ക് വാട്ടർ ആണ്, അതുകൂടാണ്ട് ഉപ്പുവെള്ളമാണ്. 15 മുതൽ 20 അടി വരെയുള്ള ആഴം. ഇനി പോകും തോറും ആഴം കൂടും. സംശയമുള്ളവർ കളന്ന് നോക്കാം, ധൈര്യമായിട്ടിരുന്നുള്ളൂ. കേട്ടോ, കളന്ന് നോക്കാം. പോകുന്നതിന് മുമ്പ് എനിക്ക് ഫോൺ നമ്പർ തന്നാൽ മതി, വീട്ടിലേക്ക് വിളിച്ച് പറയാൻ. ആഴമൊക്കെ പോയേക്കണം, 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ. ആ പെരിയാറല്ല ഈ പെരിയാർ. ഇവിടത്തെ അത്ര ആഴം അവിടുത്തെ പെരിയാറിന് വരില്ല. ആ ബാക്കി സമ്മതിച്ചിരിക്കണം, പക്ഷെ ഇത് വന്ന്
പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് കാണുന്നത് പുറത്ത്. ब्रंडन आदमी ने बनाया है तो होटल है 3 स्टार होटल है ब्रंडन बोटयार्ड होटल कहता है. ഇത് 3 സ്റ്റാർ ഹോട്ടലാണ്. ബ്രണ്ടൻ സാഹിബ് നിർമ്മിച്ച ഹോട്ടലാണ്. ബ്രണ്ടൻ ബോട്ട്യാർഡ് ഹോട്ടൽ എന്നറിയപ്പെടുന്നതാണ്. ये तो दिखता है एस्पिन वाल. ये तो ब्रिटिश लोगों ने बनाया है पुराना पोर्ट है. अभी बंद करके रखा है. अभी शूटिंग चालू है. ഇതാണ് ആസ്പിൻ വാൾ. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പഴയൊരു തുറമുഖമാണ് ഈ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണിത്. भारतीय तटरक्षक इंडियन कोस्ट गार्ड इन लोगों को कैंप है. इन लोगों का क्वार्टर्स और इन लोगों को जो ट्रेनिंग सेंटर है. इन लोग समुद्र में रहता है ट्रेसपासर्स को और स्मगलर्स को पकड़ने के लिए समुद्र में रहता है. और जब समुद्र में एक्सीडेंट होने समय शिप से और बोट से आदि में लोग पानी में गिरेगा उस समय रेस्क्यू करता है. इन लोग भारतीय तटरक्षक इंडियन कोस्ट गार्ड करता है. തീര സംരക്ഷണ സേന എന്നറിയപ്പെടുന്നതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ഇവർ കടലിൽ ആണ് ഇവരുടെ ഡ്യൂട്ടി. കടലിൽ നിന്ന് വെച്ചോട്ട് നുഴഞ്ഞുകയറ്റക്കാരെയും കള്ളക്കടത്തുകാരെയും അറസ്റ്റ് ചെയ്ത് അവിടെ ഡ്യൂട്ടി അവരുടെ ക്യാമ്പാണ്. അവരുടെ ട്രെയിനിങ് സെന്ററാണ് ഈ കാണുന്നത്. കടലിൽ ആക്സിഡൻസ് ആകുമ്പോൾ അതായത് കപ്പലിൽ നിന്ന് ബോട്ടിൽ നിന്ന് ആൾക്കാർ വെള്ളത്തിൽ വീഴുമ്പോൾ റെസ്ക്യൂ ചെയ്യുന്നത് ഇവരാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്നറിയപ്പെടുന്നത്.